ഹായ് ആൾ 2026 അടുത്ത ബാങ്കിങ് നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അതും നമ്മുടെ അസിസ്റ്റന്റ് ലെവൽ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. നമ്മൾ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനും കൂടിയാണ് അല്ലേ. അപ്പോ ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിട്ടുണ്ടാവണം. അതിലെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോം ഫില്ലപ്പിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്ന മാർച്ച് 8-നാണ്. ഫെബ്രുവരി 16-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 8 വരെയാണുള്ളത്. ഇനി ഓൺലൈൻ ഫീ പേയ്മെന്റ് ആണ്. ഓൺലൈൻ മാത്രമേ അടയ്ക്കാൻ സാധിക്കുള്ളൂ. അത് മാർച്ച് 8 ലാസ്റ്റ് ഡേറ്റ് വരിക. ഇനി ടെന്റേറ്റീവ് പ്രിലിംസ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഏപ്രിൽ 11. അതുപോലെ മെയിൻസ് എക്സാം വന്നിട്ട് ജൂൺ 7 ഈ എക്സാം ഡീറ്റെയിൽസ് അത് ടെന്റേറ്റീവ് ആണ്. എക്സാം ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ബാങ്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പം ഏപ്രിൽ 11 ജൂൺ 7 ആണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള ഡേറ്റുകൾ. ഇനി 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. ടോട്ടൽ വേക്കൻസി എല്ലാ RBI കൂടെ ചേർത്തിട്ട് വരുന്ന ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 650 വേക്കൻസീസ് ആണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതില് ഫോം ഫില്ലപ്പിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമ്മുടെ IBPS സൈറ്റ് അല്ല ഇത്, നമ്മുടെ RBI അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ RBIയുടെ സൈറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോ RBIയുടെ സൈറ്റിൽ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കരിയർ ഓപ്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് തന്നെ നമുക്ക് ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് അതിനകത്ത് കൊടുത്തേക്കാം. അപ്പൊ ആ ഡയറക്റ്റ് ലിങ്ക് വഴി നിങ്ങൾക്ക് കയറിയാൽ മതി. അപ്പൊ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ആപ്ലിക്കേഷന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മാർച്ച് 8-ന് കഴിഞ്ഞിരിക്കും. ഇനി പ്രിന്റിംഗ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണമല്ലോ. അപ്പൊ അത് മാർച്ച് 23 വരെ നിങ്ങൾക്ക് സമയം തരുന്നുണ്ട്. ആ ഒരു അഡീഷണൽ ഡീറ്റെയിലും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ വേണം കൊടുക്കാൻ. നമ്മൾ ആദ്യമായിട്ടാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഇനി നിങ്ങളിപ്പോ അതായത് ഇപ്പോ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നേരത്തെ അല്ല, ഇന്നലെ വന്നപ്പോൾ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ഫോർ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സിൽ കൊടുത്ത് കയറാം. ഇനി പുതുതായിട്ട് ലോഗിൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണിത്. ആദ്യം ബേസിക് ഇൻഫർമേഷൻസ് കൊടുക്കണം, പിന്നെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ കൊടുക്കണം, പിന്നെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ അഡ്രസ്സ്, അതുപോലെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ആ ബേസിക് ഡീറ്റെയിൽസിനകത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിന്റെ പ്രിവ്യൂ ആയിരിക്കും നമുക്ക് ഷോ ചെയ്യും. നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം പ്രിവ്യൂ ആയിട്ട് നമുക്ക് ഷോ ചെയ്യും. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം നമുക്കത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫീ പേയ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ഈ ഇത്രയും പ്രോസസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നടക്കുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമുക്ക് ബേസിക് ഇൻഫർമേഷൻ ആണ്. ബേസിക് ഇൻഫർമേഷനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഇമെയിൽ ID ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക് ഇൻഫർമേഷനകത്ത് വരിക. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് നെയിം നമ്മൾ കൊടുക്കുക. ഇപ്പൊ നിങ്ങളുടെ ഫുൾ നെയിം എന്താണോ നിങ്ങളുടെ ഫുൾ നെയിം അത് അവിടെ അങ്ങ് കൊടുത്തേക്കുക. ഫുൾ നെയിം കൊടുത്തേക്കുക. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മിഡിൽ നെയിം ആയിട്ടും ലാസ്റ്റ് നെയിം ആയിട്ടും ഒന്നും കൊടുക്കണ്ട. ഫസ്റ്റ് നെയിമിൽ തന്നെ ആ ഫുൾ നെയിം അങ്ങ് കൊടുത്തേക്കുക. അത് കഴിഞ്ഞ ശേഷം കൺഫേം ഫസ്റ്റ് നെയിം, അതും ആ ഫുൾ നെയിം കൊടുക്കുക. താഴോട്ടൊന്നും നോക്കണ്ട, അതായത് മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഒന്നും നോക്കണ്ട. നിങ്ങൾ ആ ഒരു ഫുൾ നെയിം കൊടുക്കുന്ന സമയത്ത് തന്നെ, അതായത് ഫസ്റ്റ് നെയിം കൺഫേം ഫസ്റ്റ് നെയിം കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഫുൾ നെയിം ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. അത്രയും മതി നമുക്ക്. ഓക്കെ, മിഡിൽ നെയിം ലാസ്റ്റ് നെയിം കൊടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ, അത് വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. അതുപോലെ ഇമെയിൽ ID, കാരണം ഇതിലേക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ വാലിഡ് മൊബൈൽ നമ്പർ കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇപ്പൊ ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, നിർബന്ധമല്ല. പിന്നെ ഇമെയിൽ ID കൊടുക്കാം. ഇമെയിൽ ID ഇപ്പോ abc@gmail.com ആണെങ്കിൽ ആ ABC ഇവിടെ കൊടുത്തിട്ട് @gmail.com ഡൊമൈൻ നെയിമിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി കോഡ് കൊടുത്ത് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഓക്കെ ആണ്, എറർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ബേസിക് ഇൻഫർമേഷൻ ആണ്, പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. അത് കറക്റ്റ് ആയിട്ടും നമ്മൾ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് OTP വെരിഫിക്കേഷൻ വരും. മൊബൈലിലേക്കും OTP വെരിഫിക്കേഷൻ വരും. അതുപോലെ നമുക്ക് ഈ പറയുന്ന ഇമെയിൽ IDയിലേക്കും OTP വെരിഫിക്കേഷൻ വരും. അപ്പൊ മൊബൈൽ നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തു, സെൻഡ് OTP കൊടുക്കുക. അപ്പോ ഈ സെൻഡ് OTP കൊടുക്കുന്നതിന് മുന്നേ സെക്യൂരിറ്റി കോഡ് കൊടുത്തിട്ട് വേണം സെൻഡ് OTP കൊടുക്കാൻ.
അപ്പോൾ നമുക്ക് ഈ സൈഡിൽ OTPയുടെ കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. OTP കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്യുക. വീണ്ടും ഇമെയിൽ ID കൊടുക്കുക. വീണ്ടും ഒരു സെക്യൂരിറ്റി കോഡ് വരും. എന്നിട്ട് സെൻഡ് OTP കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു എന്താണ് OTP എൻ്റർ ചെയ്യാൻ വേണ്ടി വരും. OTP കൊടുക്കുക, വെരിഫൈ ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഫോട്ടോ അപ്ലോഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരിക. ഫോട്ടോയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സ്കാൻഡ് ഫോട്ടോഗ്രാഫ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ നേരത്തെ തന്നെ സ്കാൻ ചെയ്ത് അതിനെ നമ്മളൊരു സൈസിലേക്ക് മാറ്റി വെച്ചേക്കുന്ന ഫോട്ടോ നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അതില് സ്കാൻ ചെയ്ത് സൈസ് മാറ്റേണ്ടത് ഇങ്ങനെയാണ്. ഡയമെൻഷൻ വന്നിട്ട് 200 to 230 പിക്സൽ ആക്കുക. അതുപോലെ ഫയൽ സൈസ് വന്നിട്ട് 20 KB to 50 KB ആയിരിക്കണം. അങ്ങനെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഫോട്ടോ എന്ത് ചെയ്യുക, ബ്രൗസ് കൊടുക്കുക, ഏത് ഫയലിലാണോ അത് അതിലേക്ക് എൻ്റർ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു ഫോട്ടോ കറക്റ്റ് സ്പെസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ അപ്ലോഡ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാപ്ചർ ഫോട്ടോ കൂടെ നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്യാപ്ചർ ഫോട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ, ക്യാപ്ചർ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ലാപ്പിലെയോ ഡെസ്ക്ടോപ്പിലെയോ ക്യാം നമുക്ക് ഓൺ ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇരിക്കാം. ഇരുന്നതിന് ശേഷം നമ്മുടെ എന്താണ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ ക്യാമറ കോൺടാക്റ്റിലേക്ക് കറക്റ്റ് വെച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇരുന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് എന്താണ് ഫോട്ടോ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. പക്ഷെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർക്കുക. അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതിൽ തന്നെ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ വരും, യുവർ ക്യാപ്ചർ ഫോട്ടോ ഈസ് നോട്ട് അപ്ലോഡഡ് എന്നോ അല്ലെങ്കിൽ ക്യാപ്ചർ ഫോട്ടോ കറക്റ്റ് ആയില്ലെന്നോ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് എന്താണ് എറർ ഇവിടെ കാണിക്കും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇനി അത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഒരു QR കോഡ് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ഹിയർ ടു സ്കാൻ കൊടുക്കാം. നമ്മുടെ മൊബൈലിൽ അത് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന പേജ് വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുക്കേണ്ടതായിട്ട് ക്യാമറ ആയിരിക്കും ഓൺ ആയി വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് നല്ല രീതിയിൽ നമ്മളെ ഫോൺ കറക്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ പിടിച്ചതിന് ശേഷം ക്യാമറ ഐ കോണ്ടാക്റ്റിൽ വരുന്ന വെച്ചിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, അത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ മെയിൻ ആയിട്ട് ചെയ്യണം. ഒന്ന് സ്കാൻഡ് ഫോട്ടോഗ്രാഫും ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നതും എന്തായാലും നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം താഴെ കണ്ടോ, ഐ കൺഫേം ദാറ്റ് ദിസ് my valid photo and also agree to above mentioned note എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അതായത് അത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ആ ഒരു ടിക്ക് മാർക്ക് അവിടെ കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊടുക്കേണ്ടത് നമുക്ക് സൈൻ ആണ്. സൈൻ വന്നിട്ട് 140-60 പിക്സലാണ് ഡയമെൻഷൻ വരിക. സൈസ് വന്നിട്ട് 10 KB ക്കും 20 KB ക്കും ബിറ്റ്വീൻ ആയിരിക്കണം. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് പെൻ അവിടെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ബ്ലാക്ക് ഇങ്കോ, ഇവിടെ ബ്ലാക്ക് ഇങ്ക് പെൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗൈഡ് ലൈൻസിൽ ബ്ലാക്ക് ഇങ്ക് പെൻ എന്നാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവര് മെയിൻ ആയിട്ട് പറയുന്നുണ്ട് ബ്ലാക്കോ ബ്ലൂ ഇങ്കോ യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ബ്ലാക്കോ ബ്ലൂ ഇങ്കോ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, എന്താണ് സൈൻ ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്ത് ഈ ഒരു ഡയമെൻഷനിലും ഫയൽ സൈസിലേക്ക് ആക്കി സ്കാൻ ചെയ്ത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് എന്ത് കൊടുക്കാം, നമുക്ക് ഈ പറയുന്ന ബ്രൗസിലേക്ക് കൊടുത്ത് ഇതുപോലെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന സിഗ്നേച്ചർ നമുക്ക് വരും. ആ സിഗ്നേച്ചർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ ഐ കൺഫേം താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്. അതിൽ നമുക്ക് ഐ കൺഫേം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, പ്രൊസീഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ബേസിക് ഡീറ്റെയിൽസിനകത്ത് നമ്മുടെ കാറ്റഗറി, ഏത് കാറ്റഗറിയാണ്, ഇപ്പൊ SC ST OBC WS ജനറൽ അല്ലെങ്കിൽ UR, ഇതിൽ ഏത് കാറ്റഗറിയാന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഓഫ് 40% ആൻഡ് അബവ് ചോദിക്കുന്നുണ്ട്. എസ് ആണെങ്കിൽ അതിനെ പറ്റിയിട്ട്, അതായത് ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണ്, നേച്ചർ ഓഫ് ഡിസബിലിറ്റി ആണെന്ന് കൊടുക്കാം. നോ ആണെങ്കിൽ ഡയറക്റ്റ് അടുത്തതിലേക്ക് പോവാം. അതുപോലെ തന്നെ എസ് കൊടുക്കുമ്പോൾ ഡു യു നീഡ് കോമ്പൻസേറ്ററി ടൈം അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ ചോദിക്കും. അതുപോലെ ആർ യു സഫറിംഗ് ഫ്രം സെറിബ്രൽ പാൾസി ആൻഡ് യുവർ റൈറ്റിംഗ് സ്പീഡ് ഈസ് എഫക്റ്റഡ് ചോദിക്കും. If yes, do you need compensated time ചോദിക്കാറുണ്ട്. If yes, do you need compensated time for examination ചോദിക്കാറുണ്ട്. അതുപോലെ whether your dominant hand is affected ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ whether do you intend to use service of scribe details നമ്മൾ ചോദിക്കാറുണ്ട്. ഇത് എസ് കൊടുത്തവർക്കാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് റിക്വയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് കൊടുക്കുക. അതിനുശേഷം പിന്നെ വരുന്നത് are you a person with a specified disabilities covered under definition of section 2S of RPW Act 2016 but not covered under definition of, അതായത്
ഈ ഒരു സെക്ഷൻ അണ്ടറിൽ കവർ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ ഈ ഒരു സെക്ഷൻ അണ്ടറിൽ കവർ ചെയ്തിട്ടില്ലാത്തവരാണോ എന്നുള്ളതാണ്. അതും നമ്മൾ ഈ പറയുന്ന ഡിസബിലിറ്റി കാര്യങ്ങളുള്ളവർക്കാണ് അത് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് താഴെ ഡു യു ഇന്റൻഡ് ടു യൂസ് സർവീസ് ഓഫ് സ്ക്രൈബ് ഡീറ്റെയിൽസ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ കോമ്പൻസേറ്റഡ് ടൈം ആവശ്യമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതാണ് ഡിസബിലിറ്റി ഉള്ളവർ അത് ഫില്ലപ്പ് ചെയ്യണം. ഇല്ലാത്തവർക്ക് നേരെ നമുക്ക് പോവേണ്ടത് നേരെ എക്സ് സർവീസ് മെനുവിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമുക്ക് നേരെ പോവാം. ഇനി ഇവിടെ സ്ക്രൈബ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. പ്രിലിമിനറി എക്സാമിന് ഡീറ്റെയിൽസ് ഓഫ് സ്ക്രൈബ് ചോദിക്കുന്നുണ്ട്. നെയിം ഓഫ് സ്ക്രൈബും ഐ ഡി ഓഫ് സ്ക്രൈബും അതുപോലെ ഐ ഡി കാർഡ് നമ്പർ ഓഫ് സ്ക്രൈബും ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മെയിൻസ് എക്സാമിനും ആ സ്ക്രൈബ് ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുന്നത്, അതായത് ഇപ്പൊ നോ കൊടുത്തവർക്ക് നേരെ പോകുന്നത് ആർ യു ആൻഡ് എക്സ് സർവീസ് മെനിലേക്കാണ്. ഡിസബിലിറ്റി എല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നേരെ പോകുന്നത് ആർ യു ആൻഡ് എക്സ് സർവീസ് മെനിലേക്കാണ് പോകുന്നത്. അതിൽ എസ് ആണോ നോ ആണോ? എസ് ആണെന്നുണ്ടെങ്കിൽ ഡിസേബിൾഡ് എക്സ് സർവീസ് മെൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പീരിയഡ് ഓഫ് സർവീസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ, അതായത് അറ്റ്ലീസ്റ്റ് 15 ഇയേഴ്സ് ഓഫ് ഡിഫൻസ് സർവീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്യുക. ഇനി നോ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരെ നോ ആണെങ്കിലും നമുക്ക് ഈ ഡിസേബിൾഡ് എക്സ് സർവീസ് മെൻ ആണോ എന്നുള്ള കാര്യം അവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും ഏജ് റിലാക്സേഷൻ അണ്ടർ, അതായത് ഡിവോഴ്സ്ഡ് വുമൺ ജുഡീഷ്യലി സെപ്പറേറ്റഡ്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡിഫൻസ് പേഴ്സണൽ കിൽഡ് ആക്ഷൻ അല്ലെങ്കിൽ സിവിയർലി ഡിസേബിൾഡ് ആണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെയാണ് നമുക്ക് താഴോട്ട് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ ഹാവ് യു സെക്യൂർഡ് എംപ്ലോയ്മെന്റ് അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഗ്രൂപ്പ് COD, അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അതിനകത്ത് ആ ഒരു ഡീറ്റെയിൽസ് താഴെ നമുക്ക് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചോദിക്കുന്നത് ആർ യു എ കറന്റ് സ്റ്റാഫ് ഓഫ് RBI ആണോ? എസ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇഫ് എസ് പ്ലീസ് സ്പെസിഫൈ PF ഇൻഡെക്സ് നമ്പർ ചോദിക്കും. അതുപോലെ എക്സ് എംപ്ലോയി ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എസ് ആണോ നോ എന്ന് കൊടുക്കുക. എങ്കിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ്. നോ ആണെന്നുണ്ടെങ്കിൽ നേരെ നാഷണാലിറ്റിയിലേക്ക് പോവാം. നോ ആണെങ്കിൽ ആർ യു എക്സ് എംപ്ലോയി ഓഫ് RBI കൊടുക്കുക. അത് നോ ആണെങ്കിൽ നമ്മുടെ നാഷണാലിറ്റിയിലേക്ക് പോവാം. നാഷണാലിറ്റി ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം കൺസെന്റ് ടു ആധാർ വെരിഫിക്കേഷൻ. ആധാർ വെരിഫിക്കേഷൻ എസ് ആണെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് നമ്പറും പാൻ കാർഡ് നമ്പറും കൊടുക്കാം. നോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇപ്പൊ എല്ലാവർക്കും ആധാർ ഉണ്ടായിരിക്കും. അപ്പൊ ആധാർ കാർഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ഈ പറയുന്ന ബയോമെട്രിക്സ് എടുക്കുന്ന സമയത്ത്, വെരിഫിക്കേഷൻ എടുക്കുന്ന സമയത്ത് അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതുകൊണ്ട് അത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏത് ഓഫീസാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കൊടുക്കുക. ഏതാണ് നമ്മൾ ഓഫീസ് അപ്ലൈ ചെയ്യുന്നത്, RBIയുടെ ഓഫീസ് അപ്ലൈ ചെയ്യുന്ന അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിലിമിനറി എക്സാമിന്റെ സെന്റർ കൊടുക്കാം. 4 പ്രിഫറൻസ് ഉണ്ട്. 4 ഡിഫറെന്റ് സെന്റേഴ്സ് വേണം കൊടുക്കാൻ. ആദ്യം നിങ്ങൾ ട്രിവാൻഡ്രം കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അടുത്ത വീണ്ടും ട്രിവാൻഡ്രം കൊടുക്കാൻ പറ്റില്ല. 4 ഡിഫറെന്റ് സെന്റേഴ്സ് അവിടെ പ്രിലിമിനറി സെന്റേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് മെയിൻസ് എക്സാമിന്റെ പ്രിഫറൻസ് ചോദിക്കാറുണ്ട്. അതും 4 ഉണ്ട്. 4 ഡിഫറെന്റ് ആയിട്ടുള്ള സെന്ററുകൾ തന്നെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യമാണ്. എന്താണ് റീഡ് റൈറ്റ് സ്പീക്കൊക്കെ അറിയാവോ എന്നുള്ളത്. അത് എസ് കൊടുക്കുക. നമ്മുടെ ലാംഗ്വേജ് ഫോർ LPT ഏതാണ്, നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ മലയാളം ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, മലയാളം അവിടെ കൊടുക്കുക. പിന്നെ റിലീജിയൻ ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ അവിടെ കൊടുക്കുക. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ ജെൻഡർ കൊടുക്കുക. ഇനി ട്വിൻ ബ്രദർ ഓർ സിസ്റ്റർ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. എസ് ആണെങ്കിൽ അവരുടെ പേരും അവരുടെ ജെൻഡറും കാര്യങ്ങൾ കൊടുക്കണം. നോ ആണെങ്കിൽ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫാദേഴ്സ് നെയിം, പിന്നെ മദേഴ്സ് നെയിം, സ്പൗസ് ഉണ്ടെങ്കിൽ മാരിഡ് ആണെങ്കിൽ സ്പൗസ് നെയിമും കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അഡ്രസ് ആണ്. കറസ്പോണ്ടൻസും പെർമനന്റും നോക്കുക. കറസ്പോണ്ടൻസ് തന്നെയാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ് എങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല 2 ഡിഫറെന്റ് ആണെങ്കിൽ ഡിഫറെന്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അഡ്രസ് ഫോർ GST ഇൻവോയ്സിംഗ് ആണ്. പെർമനന്റ് ആണോ കറസ്പോണ്ടൻസ് ആണോ അത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അത് കഴിയുമ്പോഴേക്കും പിന്നെ വരുന്ന ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഇത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണോ അത് ഇവിടെ നമുക്ക് ഷോ ചെയ്യുന്നതായിരിക്കും. ഇന്റിമേഷൻ ചാർജസ് എല്ലാം കൂടെ ചേർത്തിട്ട് 531 ആണെന്ന് തോന്നുന്നു അവിടെ ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വാലിഡേറ്റ് കൊടുക്കണം. വാലിഡേറ്റ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും എററും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അവിടെ നമുക്ക് എറർ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി കംപ്ലീറ്റ് ഓക്കെ ആണ്, വാലിഡേറ്റ് എന്താണ് വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് ഇതിലോട്ട് പോവാം, സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് പോവാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാവുന്നതാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ നമ്മളിവിടെ ഗ്രാജുവേഷൻ ഇക്വലന്റ് ഏതാണ്, ഇപ്പൊ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഏതാണോ ഗ്രാജുവേഷൻ അത് കൊടുക്കാം. അതില് നമുക്ക്
BSc ചോദിക്കുന്നുണ്ട്, അങ്ങനെ മാനേജ്മെന്റ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. ഡേറ്റ് ഓഫ് പാസിംഗ് കൊടുക്കുക, പെർസെന്റേജ് ഓഫ് മാർക്സ് കൊടുക്കുക, നെയിം ഓഫ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, ക്ലാസ് ഓർ ഗ്രേഡ് കൊടുക്കുക. ഇനി അത് ആണ് മാൻഡേറ്ററി. ഇനി PGയും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും അതേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഡു യു ഹാവ് നോളജ് ഓഫ് വേർഡ് പ്രോസസിംഗ് ഓൺ PC? അത് എസ് കൊടുക്കുക കേട്ടോ. അതുപോലെ ഡീറ്റെയിൽസ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ എന്താണ് നമ്മള് 10ൽ പഠിച്ചിട്ടുണ്ടോ, അതോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊരു എംപ്ലോയർ ആണ് എന്നുണ്ടെങ്കിൽ പ്രസന്റ്ലി വർക്കിംഗ് ആണെന്നുള്ള എസ് കൊടുത്താൽ ഡീറ്റെയിൽസ് കൊടുക്കാം. നോ ആണെങ്കിൽ നോ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ലാംഗ്വേജസ് നോൺ ആണ് നമുക്ക് താഴെ വരിക. ലാംഗ്വേജ് നോണിൽ നിങ്ങൾ ആദ്യം ഇപ്പൊ മാൻഡേറ്ററി ആയിട്ട് ഒരു ഫീൽഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിതൊരു അസിസ്റ്റന്റ് പോസ്റ്റ് ആയതുകൊണ്ട് ആദ്യം നമ്മുടെ മദർ ടങ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പം മലയാളം കൊടുത്ത്, ഇംഗ്ലീഷ് കൊടുത്ത്, പിന്നെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന അതാണ് ബെറ്റർ ആയിട്ട് കൊടുക്കുക. അപ്പം റീഡ്, റൈറ്റ്, സ്പീക്ക് ഏതൊക്കെയാണുള്ളത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണ്, എറർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് പോവാം. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. സേവ് ആൻഡ് നെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് 2 കാര്യങ്ങൾ വരും. ഒന്ന് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഒന്ന് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്റെ സൈസ് പറഞ്ഞുതരാം. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ ഒരു ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, നമ്മുടെ തമ്പ് മാറിപ്പോകരുത്, ലെഫ്റ്റ് തമ്പ് വേണം നമ്മൾ ഇത് കൊടുക്കാൻ. ഓക്കെ. അത് JPG അല്ലെങ്കിൽ JPEG ഫയലിലായിരിക്കണം. ഡൈമെൻഷൻ എന്ന് പറയുന്നത് 240 പിക്സൽ 200 DPI ആയിരിക്കണം. അതുപോലെ ഇവിടെ ഹൈറ്റും വിട്ടും കൊടുത്തിട്ടുണ്ട്. 3 സെന്റിമീറ്റർ ഹൈറ്റും വിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഫയൽ സൈസ് കറക്റ്റ് ആയിട്ട് നോക്കുക. 70 KB to 50 KB ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിക്ലറേഷൻ ആണ്. ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ആ ഡിക്ലറേഷൻ കാണിച്ചു തരുന്നതായിരിക്കും. അത് കറക്റ്റ് അതുപോലെ തന്നെ കോപ്പി ചെയ്യുക. എന്നിട്ട് അതിനെ JPG ഇമേജിലേക്ക് മാറ്റുക. എന്നിട്ട് 800 to 400 പിക്സലിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് ഫയൽ സൈസ് 50 KB to 100 KB ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിക്ലറേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് വേണം നിങ്ങളൊരു വൈറ്റ് പേപ്പറിനകത്ത് ഇതുപോലെ കോപ്പി ചെയ്യാൻ. അതായത് ഈ ഇൻവേർട്ടഡ് കോമ ഇടുക, കൊടുക്കുക, ഒരു കോമ ഇടുക, എന്നിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക, കോമ. Hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. Full stop and invert comma. ഇത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് ഫോട്ടോ എടുത്ത് അതിന് JPG ഇമേജിലോട്ടൊക്കെ ഫോമാറ്റിലോട്ടൊക്കെ മാറ്റി ഫയൽ സൈസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇവിടെയാണ് ഇങ്ങനെയാണ് ഡോക്യുമെന്റ് അപ്ലോഡ് വരിക. ഇതിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മളിപ്പോ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊടുത്താൽ മതി. ഹാൻഡ് ഡിക്ലറേഷൻ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫയൽ കൊടുക്കാം. കൊടുത്തതിന് ശേഷം അഗ്രി ടു കണക്ട് ടു ഡിജി ലോക്കർ ടു ഫെച്ച് മൈ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഡിജി ലോക്കറിലോട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ അഗ്രി കൊടുത്ത് യെസ് കൊടുക്കാം. ഇല്ല വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. ഓക്കെ. എന്നിട്ട് സെക്യൂരിറ്റി കോഡ് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന പേയ്മെന്റ് ഓപ്ഷൻ ആണ്. അതിൽ നമുക്ക് ഇപ്പൊ ക്രെഡിറ്റ് ആയിട്ടാണോ ഡെബിറ്റ് ആയിട്ടാണോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഫീ പേയ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പം എന്താണ് നമ്മുടെ ഏതെങ്കിലും ഫോൺ പേയോ ഗൂഗിൾ പേയോ യൂസ് ചെയ്തിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, QR കോഡാണോ, അങ്ങനെയുള്ള എല്ലാ ഇതും അതിനകത്തുണ്ട്. അപ്പൊ അതിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ആപ്ലിക്കേഷൻ വൈൻഡപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അതിന്റെ ഒരു പ്രിന്റ് എടുത്തിട്ട് മെയിലിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ടിരുന്നാൽ മതി. അത് നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ആവശ്യങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് അത് മെയിലിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടേക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. നമ്മുടെ IBPS ഫോം എങ്ങനെയാണോ ഫിൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, സെയിം സംഭവം തന്നെയാണ്. ഒന്ന് ആ ഒരു എന്താണ് ആ ഒരു IBPSന്റെ സൈറ്റ് അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം പോലെ തന്നെയാണ് നമുക്ക് അതിനകത്ത് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ചിലപ്പോ നമുക്ക് ഈ എന്താണ് എല്ലാവരും കൂടെ ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വെബ്സൈറ്റ് ഒന്ന് ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എളുപ്പം തന്നെ കൊടുക്കാൻ വേണ്ടിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ RBSSന് വേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാം. നല്ല രീതിയിൽ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുക. കാരണം RBS നമ്മൾ ഒരുപാട് കാത്തിരുന്ന് കിട്ടുന്ന എക്സാമും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കഴിഞ്ഞ വർഷം ഒന്നും വിളിച്ചിട്ടില്ല. അപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 2 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു ഓൺഗോയിങ് പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോയാൽ മതി അല്ലെ.
കാരണം സെയിം തന്നെയാണ് നമ്മളെ ബാങ്ക് എക്സാംസ്. ഇപ്പോൾ IBPS ആയിരുന്നാലും RBI ആയിരുന്നാലും ഒക്കെ സെയിം തന്നെയാണ്, അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ RBI അസിസ്റ്റന്റിന് വേണ്ടി ഒരു ബാങ്കിങ് ഗോൾഡ് ബാച്ച് ഉണ്ട്. നിങ്ങൾ ഫുള്ളി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡ് ബാച്ച് ഉണ്ട്. ആ ഗോൾഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇതിലിപ്പോ നിങ്ങൾക്ക് ഇപ്പോ എന്താണ്, ഒരു മെന്ററിന്റെ സഹായം ആവശ്യമില്ല. ജസ്റ്റ് അതായത് ഒരു എക്സ്റ്റേണൽ സഹായം ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ മതി, വീഡിയോസ് കണ്ടാൽ മതി എന്നുള്ള ഒരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ആ ഒരു ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. അതായത് വേറെ സപ്പോർട്ടൊന്നും ഇല്ല, വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതിനകത്ത് നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അതല്ലാതെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം, ഇപ്പൊ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ബാങ്കിങ് ഗോൾഡ് ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വർക്കിംഗ് എംപ്ലോയീസിനും നമുക്ക് ബാച്ച് അവൈലബിൾ ആണ്. നൈറ്റ് ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഏത് ബാച്ചസ് വേണമെങ്കിലും, നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലുള്ള ബാച്ചസ് ആണെങ്കിലും നമുക്ക് എന്താണ് ഇതിനകത്ത് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഒട്ടും തന്നെ മടിക്കരുത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോവാം. നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത്, കാരണം ഇതിന്റെ എന്താണ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിരിക്കും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കട്ട് ഓഫ് കടക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ബാങ്കിങ് ഗോൾഡ് ബാച്ചിനെ പറ്റിയിട്ട്, RBI അസിസ്റ്റന്റ് ഗോൾഡ് ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു എൻക്വയറി നമ്പർ തരാം. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോ ഇതാണ് ആ നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതായത് 7736122215 നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഈ ചാനൽ ത്രൂ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ ടൈം ടു ടൈം തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഫോം ഫില്ലപ്പും ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഫോം ഫില്ലപ്പ് കറക്റ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഫോം ഫില്ലപ്പിലേക്ക് പോകാൻ, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പോൾ ബാച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.